ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 4. പുത്രൻ തൻ്റെ ജ്ഞാനം അമ്മയ്ക്ക് നൽകുന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ആനന്ദമേകിക്കൊണ്ട് ഉണ്ണിമേരി വളർന്നു. ഒരു പ്രാവിൻ്റേതുപോലെ നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടു കൂടിയ ഓമനക്കുട്ടി ഒരു കുഞ്ഞു മാലാഖയെപ്പോലുണ്ട്. വയലിൽ നിന്ന് പറിച്ചെടുത്ത ഏതാനും പൂക്കളുമായി മേരി അമ്മയുടെ അടുത്ത് ഓടിയെത്തുന്നു. അന്ന അവളെ വാരിപ്പുണരുന്നു. അവൾ ആ പൂക്കൾ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഓരോ പൂവിനെക്കുറിച്ചും ഓരോ കഥയുണ്ടാക്കി പറയുന്നു. ഈ വലിയ പൂവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നക്ഷത്രമാണ്. കർത്താവിൻ്റെ ചുംബനം അമ്മയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സ്വർഗീയ പുഷ്പത്തെ ഇവിടെ അതിൻ്റെ ചങ്കിന്മേൽ ചുംബിക്കൂ. അപ്പോൾ ദൈവികാനുഭവം അമ്മയ്ക്കുണ്ടാകും. മറ്റൊന്ന് ഇളം നീലയാണ്, അപ്പൻ്റെ കണ്ണുകൾ പോലെ. ഇതിൻ്റെ ഇതളിൽ എഴുതിയിരിക്കുന്നു: കർത്താവ് അപ്പനെ വളരെയധികം സ്നേഹിക്കുന്നു, കാരണം അപ്പൻ നല്ലവനാണ്. ഈ ചെറിയ പൂവ് കണ്ടോ? അത്തരം ഒന്നേ ഉള്ളൂ. അത് ദൈവം സൃഷ്ടിച്ചത് മേരിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുവാനാണ്. ഈ ചുവന്ന പൂക്കൾ കണ്ടോ? ഇവ ദാവീദിൻ്റെ ഉടുപ്പിൻ്റെ കഷണങ്ങളാണ്. കർത്താവിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ രക്തം പുരണ്ടു കീറിയ ആ വസ്ത്രങ്ങളിൽ നിന്നാണ് ഈ ചുവന്ന പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. ഈ വെള്ളപ്പൂവ് മൃദുലമായ സിൽക്ക് പോലെയുള്ള അതിൻ്റെ 7 കപ്പുകൾ ആകാശത്തേക്ക് ഉയർത്തി നിറയെ സുഗന്ധവുമായി നിൽക്കുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സോളമൻ്റെ ഉടുപ്പ് കൊണ്ടാണ്. വാഗ്ദാന പേടകത്തിൻ്റെയും സാക്ഷ്യകൂടാരത്തിൻ്റെയും മുമ്പിൽ അതിവിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. അവൻ സന്തോഷിച്ച് സന്തോഷാധിക്യത്താൽ സ്തോത്രഗീതവും ആനന്ദഗീതവും പാടി നടന്നു. എപ്പോഴും ഈ പൂവിനെ പോലെ എൻ്റെ ജീവിതകാലം മുഴുവനും സ്തോത്രഗീതങ്ങളും ആനന്ദഗീതങ്ങളും പാടി കൂടാരത്തിൻ്റെ മുമ്പിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എങ്ങനെയാണ് ഇതെല്ലാം അറിയുന്നത് എൻ്റെ ഓമനെ? ആരാണ് നിന്നോടിതെല്ലാം പറഞ്ഞത്? അപ്പനാണോ മോളെ? അല്ല, ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് ഇതെല്ലായ്പ്പോഴും അറിയാമായിരുന്നു എന്നാണ്. എന്നോട് പറയുന്ന ഒരാളുണ്ടായിരിക്കും, എന്നാൽ ഞാൻ ആരെയും കാണുന്നില്ല. ദൈവം അയക്കുന്ന മാലാഖയായിരിക്കും. അമ്മ എന്നോടൊരു കഥ പറയാമോ? എൻ്റെ മോളെ, ഏത് കഥയാണ് നിനക്കറിയേണ്ടത്? ക്രിസ്തുവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ കഥ ഒന്നും കൂടി പറയൂ. അന്ന കഥ പറയുന്നു. അവൾ കണ്ണുമടച്ചു നിന്ന് എല്ലാം കേൾക്കുന്നു. പറഞ്ഞു നിർത്തിയപ്പോൾ ചോദിക്കുന്നു: ഇമ്മാനുവൽ വരുവാൻ ഇനി എത്ര നാളുണ്ട്? 30 വർഷത്തോളം ഉണ്ട് മോളെ. എത്ര നീണ്ട കാലം? അമ്മ ഒന്ന് പറഞ്ഞേ. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാൽ രാവും പകലും എൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന് മാത്രമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇക്കാര്യത്തിനായി എപ്പോഴും പ്രാർത്ഥിച്ചാൽ നിത്യപിതാവിൻ്റെ പ്രാർത്ഥന തൻ്റെ ജനത്തിന് മിശിഹായെ കുറെ കൂടി നേരത്തെ അയക്കുമോ? എൻ്റെ മോളെ, എനിക്കറിഞ്ഞുകൂടാ. പ്രവചനം തെറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കർത്താവ് വളരെ നല്ലവനായതുകൊണ്ട് നീ വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അവളുടെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും. അതിനായി ഞാനൊരു കന്യകയായി ജീവിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ഒരാൾക്ക് ദൈവസ്നേഹം മാത്രം മതി, മനുഷ്യസ്നേഹം ഒട്ടും അറിയേണ്ട എന്നാണ്. മാനുഷികമായ ഒരു ചിന്തയുമില്ല. ചിന്തയെല്ലാം കർത്താവിനെക്കുറിച്ച് മാത്രമാണ് എന്നാണ്. കണ്ണുകൾ ദൈവത്തെ മാത്രം നോക്കുന്നുവെന്നും കാതുകൾ ദൈവത്തെ ശ്രവിക്കുന്നുവെന്നും കൈകൾ സ്വയം ദൈവത്തിന് ബലിയായി നൽകുന്നുവെന്നും കാലുകൾ വേഗത്തിൽ ദൈവത്തെ അനുഗമിക്കുന്നുവെന്നും ഹൃദയവും ജീവിതവും ദൈവത്തിന് കൊടുക്കുന്നുവെന്നുമാണ് ഈശോ പറയുന്നു. വിജ്ഞാനികൾ ഇതിൽ കുറ്റം കണ്ടുപിടിച്ച് പറയുന്നത് ഇപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നു. 3 വയസ്സ് പോലും തികയാത്ത കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ പറയും? ഇത് അതിശയോക്തിയാണെന്ന്. ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയോ ഒരേ സമയത്തോ അല്ല ലഭിക്കുന്നത്. തിരിച്ചറിവിൻ്റെ പ്രായം 6 വയസ്സെന്നാണ് തിരുസഭ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം ബുദ്ധിക്കുറവുള്ള ഒരു കുട്ടിക്ക് പോലും പ്രധാന കാര്യങ്ങളിലെങ്കിലും നന്മയും തിന്മയും ആ പ്രായത്തിൽ മനസ്സിലാകും എന്നാണ്. എന്നാൽ ആ പ്രായത്തിന് വളരെ മുമ്പ് തന്നെ തിരിച്ചറിവ് കിട്ടിയതിൻ്റെ ഫലമായി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും ആവശ്യപ്പെടുന്നതിനും താരതമ്യം ചെയ്യുന്നതിനുള്ള കഴിവ് എത്രയോ കുട്ടികൾക്ക് ലഭിക്കുന്നു. കൊച്ചി ഇമേൽദ, ലാംബർട്ടിനി, വിറ്റയർ ബോയിലെ റോസ, നെല്ലി ഓർഗൻ, നെത്തോളീന മുതലായവർ നിങ്ങളുടെ സംശയം തീർക്കും. എൻ്റെ അമ്മയ്ക്കും ഇതുപോലെ ചിന്തിക്കുന്നതിനും സംസാരിക്കുന്നതിനും സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എൻ്റെ പറുദീസായിലെ അനേകായിരം കൊച്ചു വിശുദ്ധർ ഭൂമിയിൽ ഇതുപോലെ അറിവ് ലഭിച്ചവരാണ്. അവരിൽ ഏതാനും പേരുടെ പേര് പറഞ്ഞെന്ന് മാത്രം. നിങ്ങളുടെ ബുദ്ധിയിലുള്ള വിടവുകൾ കൃപാവരത്തിൽ നിന്നും സത്യത്തിൽ നിന്നും നിങ്ങൾ വീണുപോയതിൻ്റെ ഫലമാണ്. കൃപാവരം നഷ്ടപ്പെട്ടപ്പോൾ ജ്ഞാനത്തെ നിങ്ങൾ അനേകം നൂറ്റാണ്ടുകളിലേക്ക് അകറ്റുകയായിരുന്നു.
മേഘപടലങ്ങളാൽ മറയ്ക്കപ്പെടുന്ന ജ്ഞാനം അതിൻ്റെ പ്രകാശത്തോടുകൂടി നിങ്ങളെ സമീപിക്കുന്നില്ല. നിങ്ങളുടെ അസത്യമായ രീതികൾ നിമിത്തം കട്ട പിടിച്ച മഞ്ഞിലൂടെ എന്ന വണ്ണം വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ക്രിസ്തു വന്നു കൃപാവരം അവിടുന്ന് പുനഃസ്ഥാപിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണത്. എന്നാൽ ഈ രത്നം പരിശുദ്ധവും കളങ്കരഹിതവുമായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പാപം ചെയ്ത് അതിനെ ഞെരിച്ചു കളയാത്തപ്പോൾ പോലും നിങ്ങളുടെ നിരന്തരമായ ചെറിയ കുറ്റങ്ങൾ, ദുർഗുണങ്ങൾ, ബലഹീനതകൾ മുതലായവയാൽ അതിനെ മലിനമാക്കുന്നു. ഇവ പ്രധാനപ്പെട്ട 7 ദുർഗുണങ്ങളോട് അഭേദ്യമായി ബന്ധപ്പെട്ടവയല്ലെങ്കിലും കൃപാവരത്തിൻ്റെ പ്രകാശത്തെ ബലഹീനമാക്കുന്നതും അതിൻ്റെ പ്രവർത്തനത്തെ ദൈവം ആദി മാതാപിതാക്കൾക്ക് കൊടുത്ത വലിയ പ്രകാശം നിറഞ്ഞ ആ ബുദ്ധി അനേകം നൂറ്റാണ്ടുകളിലെ വഷളത്വം നിമിത്തം ബലഹീനമാക്കപ്പെട്ടു. അതിൻ്റെ ദുഷ്ഫലങ്ങൾ ആത്മാവിലും ശരീരത്തിലും അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മേരി പരിശുദ്ധയായ പുതിയ ഹവ്വ മാത്രമല്ല, എല്ലാ അമ്മമാർക്കും ഉപരിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ കരവേല. ദൈവവചനം ഏൽപ്പിച്ച വാക്കുകൾ മനുഷ്യരോട് ആവർത്തിച്ചു പറയാൻ വേണ്ടി ഒരു പ്രവാചകൻ്റെ അധരങ്ങൾ തീക്കട്ട കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. എങ്കിൽ വചനത്തെ മാംസമായി ഉദരത്തിൽ വഹിക്കുവാനിരിക്കുന്നവളെ ഉയർത്തുകയും അവളുടെ സംസാരത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യാതിരിക്കുവാൻ സ്നേഹം സമ്മതിക്കുമോ? ഒരിക്കൽ കൊച്ചുകുട്ടിയെപ്പോലെയും പിന്നീട് പ്രായമായ സ്ത്രീകളെപ്പോലെയും സംസാരിക്കാതെ മേരി എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വലിയ പ്രഭയിലും ജ്ഞാനത്തിലും ഉരുവാക്കപ്പെട്ട ഒരു സ്വർഗീയ വ്യക്തിയായിരിക്കേണ്ടതല്ലേ? എൻ്റെ ചെറുപ്പത്തിൽ ഞാനും ചെയ്തിരുന്നത് പോലെ ഇളം പ്രായത്തിൽ മേരി പ്രദർശിപ്പിച്ച അസാമാന്യ ബുദ്ധിയല്ല അത്ഭുതകരം. അനന്തമായ ബുദ്ധിയെ തന്നിൽ ഉൾക്കൊണ്ട ആ പ്രവൃത്തിയാണ് അത്ഭുതകരം. ജനങ്ങൾ ഭയപ്പെടാതിരിക്കത്തക്ക വിധവും പിശാചിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത വിധവും ദൈവത്തിൻ്റെ അപാരമായ ബുദ്ധിയെ മേരിയുടെ മാനുഷിക പരിമിതികളിൽ ഉൾക്കൊണ്ടു എന്നതാണ് വലിയ